ശസ്ത്രക്രിയ കൂടാതെ ഹൃദയത്തിലെ വാൽവുകൾ മാറ്റിവെക്കാൻ സാധിക്കുമോ? ഇപ്പൊ നമുക്കറിയാം, പലപ്പോഴും വാൽവുകൾക്ക് തടസ്സം വരുമ്പോൾ ഹൃദയത്തിന്റെ വാൽവുകൾ 4 വാൽവുകളുണ്ട്. മൈട്രൽ, ട്രൈക്കസ്പിഡ്, അയോട്ടിക്, പൾമണറി, ഇങ്ങനെ 4 വാൽവുകളാണ് നമുക്ക് ഹൃദയത്തിനുള്ളത്. ഈ വാൽവുകൾക്ക് പലപ്പോഴും കാൽഷ്യം അടിഞ്ഞു കൂടുന്നത് കൊണ്ടാവാം, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കൊണ്ടാവാം ഈ വാൽവുകൾക്ക് പ്രശ്നങ്ങൾ വരും. അപ്പം വാൽവുകളിൽ ചിലപ്പോൾ ചുരുക്കം ഉണ്ടാവാം, ചിലപ്പോൾ ലീക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ടും കൂടിയുള്ള ഒരു മിക്സ് പലപ്പോഴും ഉണ്ടാവാം. തന്മൂലം ചിലപ്പോൾ വാൽവ് മാറ്റിവെക്കേണ്ട സിറ്റുവേഷൻസ് രോഗികൾക്ക് വരാം. ഈ വാൽവുകൾ മാറ്റിവെക്കാനായിട്ട് കൺവെൻഷനലായിട്ട് ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ടാണ് ഇപ്പം നമുക്ക് കീ ഹോൾ വഴി, അല്ലെങ്കിൽ നമ്മുടെ കാത്തീറ്റർ ബേസ്ഡ് ട്രീറ്റ്മെന്റ് വഴി നമ്മുടെ ധമനികളിലൂടെ നമുക്ക് ഈ വാൽവുകൾ മാറ്റിവെക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിന് ട്രാൻസ് കാത്തീറ്റർ വാൽവ് റീപ്ലേസ്മെന്റ്സ് എന്നാണെന്ന് പറയുന്നത്. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി അതിനേക്കാളും വലിയ കത്തീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ വാൽവുകൾ മാറ്റിവെക്കാൻ സാധിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കുന്ന വാൽവ് എന്ന് പറയുന്നത് അയോർട്ടിക് വാൽവാണ്. ഈ അയോർട്ടിക് വാൽവ് നമുക്ക് പ്രായമാകുമ്പോൾ പലർക്കും ഇതിനകത്ത് കാൽഷ്യം അടിഞ്ഞുകൂടി ഒരു 70 80 വയസ്സൊക്കെ ആവുന്ന സമയത്ത് കാൽഷ്യം അടിഞ്ഞുകൂടി ഇതിനകത്ത് ചുരുക്കമുണ്ടാവുകയും അയോർട്ടിക് സ്റ്റിനോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം പലപ്പോഴും വരികയുമാണ് ഉണ്ടാകുന്നത്. ഈ അയോർട്ടിക് സ്റ്റിനോസിസ് വരുന്ന സമയത്ത് രോഗിക്ക് കടുത്ത നെഞ്ചുവേദനയും അതുപോലെ തലകറക്കമൊക്കെ അനുഭവപ്പെടും. ഈ സ്റ്റേജിൽ പലപ്പോഴും ഒരു ഓപ്പൺ സർജറി ഒരു 70 വയസ്സിൽ 80 വയസ്സിലൊക്കെ ചെയ്യുന്നത് റിസ്കി ആയി മാറുമ്പോഴാണ് ഇതിന് ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ്, ടാവർ അല്ലെങ്കിൽ ടാവി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ വാൽവ് നമ്മുടെ ധമനിയിലൂടെ, നമ്മുടെ തുടയിലെ ധമനിയിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പഴയ വാൽവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ വാൽവ് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു കോൺഷ്യസ് സെഡേഷനിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അനസ്തീഷ്യയുടെ ഇതിൽ റിക്വയർമെന്റ് വേണ്ടി വന്നേക്കാം. എങ്കിലും നമുക്ക് രോഗിക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കാനും ഒരു ഓപ്പൺ സർജറി നമുക്ക് മാറ്റിവെക്കാനും അതുപോലെ പ്രായമുള്ളവർക്ക് ഒരു ഓപ്പൺ സർജറിയുടെ ഒരു ആവശ്യം ഇല്ലാതാക്കാനും ഈ ടാവി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് സാധിക്കുന്നു.